മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് എത്രത്തോളം ഞാൻ സത്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് എനിക്ക് പ്രോപ്പറായിട്ട് പുറത്തെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വോട്ടിങ്ങിൽ ഞാൻ ഔട്ടായി എന്ന് മാത്രമുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഓൾറെഡി ഭയങ്കര ടയർഡായിരുന്നു, ക്യാരവനിൽ കുറേ നേരം ഇരുന്നു. അപ്പോൾ നമ്മൾ വയ്യാതാവും പ്രഷറും എല്ലാം വരുന്ന സമയത്ത്. ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ബേസിക് ആയിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക്. സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എന്ത് പേരിടണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഞാൻ ആദ്യം വിളിച്ച് പറയാം എന്താണ് അതിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനേഷൻ. ക്ലാരിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് എന്താ പറയാൻ ഉദ്ദേശിച്ചത്? അത് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എൻ്റെ സൈക്കോളജിസ്റ്റാണ്. ഞാൻ ബിഗ് ബോസിൻ്റെ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച സമയത്ത് ആ ഡോക്ടർ എന്നോടാണ് പറഞ്ഞത്. എനിക്കൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ വന്ന് ഞാൻ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. നിങ്ങളത് എത്ര ഒരെണ്ണമല്ലേ കണ്ടിട്ടുള്ളൂ? 13 പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു പലപ്പോഴായിട്ട്. സെയിം ഡേ 5 പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ട് അതിൻ്റെ രാത്രി 11 മണിക്ക് എന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഡ്രഗ്, അതിൻ്റെ മരുന്ന് SOS മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിനൊക്കെ തന്നായിരുന്നു. അത്രയും ബാഡ് സിറ്റുവേഷനിലായിരുന്നു മെൻ്റലി ഞാൻ അതിൻ്റെ അകത്ത് ഒരു സാഹചര്യത്തിൽ. അപ്പം അന്ന് സൈക്കോളജിസ്റ്റിനെ കിട്ടിയ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ജീവിതത്തിൽ നമ്മളെല്ലാവരും ക്ലാരിറ്റി ഉള്ളവരല്ല. പല കാര്യങ്ങളിലാണ്, ഒരു കാര്യത്തിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആരുടെ അടുത്തും ക്ലാരിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ഡെപ്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്നാണ് ഗബ്രിയുടെ ഇതെങ്കിൽ അതാണ് ഗബ്രിയുടെ ക്ലാരിറ്റി. അതുകൊണ്ടാണ് ഞാൻ ആ വീടിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എങ്കിൽ ഞാൻ അതാണ് ക്ലാരിറ്റി എന്ന് തന്നെ പറയും. ഗെയിമിന്റെ ഇതിലാണ് ഈവൻ ഏറ്റവും ശത്രുപക്ഷത്ത് നിന്ന് ജിൻഡോടെ കൂടിയാണ് ആ ടൂത്ത് പേസ്റ്റ് ടാസ്ക് ജയിച്ചത്. അപ്പം ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഒരു അനീതി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കയറിയ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അവിടെ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ക്യാരവാനിലിരുന്ന് അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് കപ്പ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് ആ 50 ലക്ഷത്തിന് വേണ്ടിയോ കപ്പിന് വേണ്ടിയോ അല്ല. എനിക്ക് 100 ദിവസം ആ വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് മത്സരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നടന്നോളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും ലക്ഷ്യം വെച്ച് ഇപ്പോൾ കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ മത്സരിച്ചാൽ ഇങ്ങനെയല്ല ഞാൻ മത്സരിക്കുക. എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ വരും, എനിക്ക് പെർഫോമൻസ് പ്രഷർ വരും. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ ഇന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു സാധനം വരും. ഈ വീട്ടിൽ ഞാൻ ഇന്ന് 55 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് ഞാനിന്നൊന്നും ചെയ്തില്ലല്ലോ, ഇന്ന് എന്തെങ്കിലും ചെയ്യണമല്ലോ, നാളെ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല. ഗെയിം എന്നുള്ള പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. മെഡിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ സിവിൻ പുറത്തിറങ്ങിയപ്പോൾ മെൻ്റലി ഓക്കെ ആയ ആൾക്ക് മെൻ്റലി ഓക്കെ അല്ലാത്ത ആളുടെ മെഡിസിൻ കൊടുത്തു ഒരു വിവാദം നടക്കുന്നത്. സിബിന് മെഡിസിൻ കൊടുത്താലും എനിക്കറിയില്ല. ഞാൻ മെഡിസിൻ തന്നല്ലോ, അതിൽ മെൻ്റലി ഓക്കെ അല്ലാത്ത ആൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും മെൻ്റലി ഓക്കെ അല്ലാത്ത ആളുടെ മെഡിസിനേ അല്ല. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ട്രബിളും നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ആവും. അത് ബേസിക്കലി സെഡേഷൻ ആണ്. നമ്മളുടെ മനസ്സിനെ ഒന്ന് കൂളാക്കി കിടത്തി ഉറക്കാനുള്ള മരുന്ന് മാത്രമാണ്. അല്ലാതെ അതിൽ മറ്റേ നമ്മുടെ ബ്രെയിനും മെന്റലും ഒന്നായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സിബിൻ്റെ കാര്യത്തിലാണെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ സിബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. വന്ന സമയത്തുള്ളൊരു കോൺവെർസേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിബിൻ്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത് എന്താ പറ്റിയത് ബ്രോ ഇങ്ങനെ ഇരിക്കല്ലേ, ചില്ലാവുക. അത് ആ ഒരു എപ്പിസോഡിൽ അത് പറയും. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറിൻ്റെ ഓപ്പോസിറ്റ് പോയി ഇരുന്ന് കരച്ചിലിൻ്റെ പക്കത്ത് എത്തിയത്. കാരണം ലാലേട്ടനെ കൊണ്ട് ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും. ഈ ജാസ്മിന് പുറത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജാസ്മിന്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ആക്ച്വലി ഹൗസിൻ്റെ ഉള്ളിലും ചെറിയ ചർച്ചകൾ നടന്നിരുന്നു. സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അത് പക്ഷേ സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞത് എത്രത്തോളം ഞാനല്ല അത് കേട്ടത്, ജാസ്മിനാണ് കേട്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം. അത് സായി തന്നെ ലാലൻ്റെ മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞത് മൊത്തം ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിൽ എല്ലാവർക്കും ചായ എടുത്തോളം അവിടെ നിൽക്കുമ്പോൾ ആവശ്യമായിട്ട് തോന്നുന്നു. നിങ്ങൾ തമ്മിലുള്ള വൈബ് സെറ്റ് ചെയ്ത് ആദ്യത്തെ അത് എല്ലാം ആക്സിഡൻ്റലാണ്. അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ആക്സിഡൻ്റലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങാണ്ടാന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്ന് പ്ലാൻ ചെയ്യുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ, രതീഷേട്ടൻ, ജാസ്മിൻ, നോറ, പിന്നെ 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ 4 പേരും മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറേ നേരം സംസാരിച്ചായിരുന്നു, പാട്ടൊക്കെ പാടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും. കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ, പുറത്തുനിന്ന് വേറൊരാളുടെയും കാണില്ല.
പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ അകത്തുള്ളവരുടെ മുഖം. കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാണ്. ഒരു 20 ദിവസം കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു, പിന്നെ നമ്മുടെ ലോകം അതാ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവരെ തന്നെയാവും. അങ്ങനെ ബോണ്ടിങ് വന്നു. ഞങ്ങൾ 2 ആഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു, അതായത് കോർണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി 10-15 പേരും നമുക്കെതിരെ നിന്ന് നമ്മൾ 2 പേരും മാത്രം. അന്ന് വേറൊരു എലമെന്റ് അതിലില്ല, പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണേഡ് ആയ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത്. അവിടെയാണ് ഇത് വർക്കായത്. ഞാൻ പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഇത് ബലമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ തളർന്ന് നിൽക്കുന്ന ഒരു പോയിന്റിൽ, നമുക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമാണ്, ശരീരത്തിനുള്ള ബലമല്ല. ജാസ്മിൻ ആ ബലം നഷ്ടപ്പെട്ടു, ഇനി അങ്ങോട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ജാസ്മിൻ ഇസ് എ ബ്രില്യൻ പ്ലെയർ. അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും, റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞ് ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും. സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇല്ല, അതിൻ്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അവൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. അത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റ് വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ, ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷെ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 10 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രേക്ഷകർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എല്ലാ സീസണിലും മുന്നേ വിമർശനമാണ് ഈ സീസൺ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. ബിഗ് ബോസ് ഒരിക്കലും അല്ല. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ എത്ര ഇതും ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ്, മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത്, ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി. അത് ഞാൻ പക്ഷേ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മൈക്ക് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ്, എങ്ങനെയാണ് വരുന്നത്, അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഒരു ദിവസം ഓടണമെങ്കിൽ 10-350 ആൾ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം, എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് ടാസ്കുകൾ തരാം. ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിൻ്റെ അകത്തുള്ളവരാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം. ഭയങ്കര സൗഹൃദത്തിൽ മീൻസ് ഭയങ്കര ഒരു ഇമോഷണൽ ആയിരുന്നു. അതുകൊണ്ട് ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് വിദ്വേഷമോ ദേഷ്യമോ, അതെ തീർച്ചയായും ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എത്ര തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാകെ മുന്നോട്ട് പോണേ? എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ അതെനിക്കറിയില്ല. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പ്രേക്ഷകര് ഗബ്രിയുടെ ഒരു എവിക്ഷൻ വന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാന കാരണം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി എന്താണ് അതേക്കുറിച്ച്? ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത്. ജാസ്മിൻ ഒരു തവണയെ പവർ റൂമിൽ കയറിയിട്ടുള്ളൂ. ജാസ്മിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് റസ്മിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമായിരുന്നോ അല്ലെങ്കിൽ അത്? ഇല്ല, ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ റസ്മിന് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത്
അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് അത് ഫീൽ നിങ്ങളുടെ ചെയ്തായിരുന്നു. ബന്ധത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഇല്ല, ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക. അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളതും. ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ റെസ്പിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അവർ ജിൻഡോ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫക്റ്റ് ചെയ്യാറില്ലായിരുന്നു. ജിൻഡോ വീട്ടുകാരെയൊക്കെ പറഞ്ഞത് വിഷമിപ്പിച്ചു. അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. ഒരാളെ എനിക്ക് ഇപ്പം ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കാരണം വേണം. അപ്പോൾ മാത്രമാണ് ഞാൻ ജിൻഡോ ചേട്ടൻ അന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അത്രയും പ്രൊവോക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ഗെയിം. അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഗബ്രി പുറത്തായ ജാസ്മിൻ ഗെയിം കളിക്കും, പക്ഷെ ജാസ്മിൻ പുറത്തായ ഗബ്രി ഗെയിം കളിക്കാൻ സാധ്യതയില്ല. ഞാനല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരെ പറഞ്ഞു. ഇപ്പൊ ജാസ്മിൻ എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമാണ് വൃത്തിയുടെ പേരിൽ. അപ്പൊ ജാസ്മിൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ കൂടിയാണല്ലോ. വൃത്തിയുടെ പേരിൽ അവൾക്ക് അത്യാവശ്യത്തിലധികം വൃത്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എൻ്റെ അടുത്താണ്, ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എൻ്റെ കൂടെയാണ്, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട്. ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിയത് ആ തുമ്മിയതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോൾ ഒരു മീഡിയോക്കർ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിയവരൊക്കെ പറയുന്നത് എനിക്ക് ബാക്കിയുള്ളവർ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് അവിടെ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. ഒരു ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടോ അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടോ ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ വാരി കൊടുക്കും. അപ്പം ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. ജാസ്മിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരാളായിട്ട് അടിയായി കഴിഞ്ഞ് കഴിഞ്ഞാലും അവരോട് പിന്നെയും പോയി വീണ്ടും അത് മനസ്സിൽ അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ. ഇപ്പൊ അൻസബയായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല, ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ വെച്ചോണ്ടിരിക്കില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും. ഒരു വീഡിയോ വൈറലായിരുന്നു ജാസ്മിൻ കാലിന് കടിച്ചിട്ട്. എനിക്കത് ഞാൻ കണ്ടിട്ടുള്ള അത് ഭയങ്കരമായിട്ട് ഒരു ഈ വൃത്തിന്റെ കേസിലൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. അത് ഓരോ സമയത്ത് ഓഡീഷൻസ് പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. ഓഡീഷൻസ് പല പൈസ മേടിച്ചിട്ട് അതേപോലെ അങ്ങനത്തുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഗബ്രിയുടെ ഓഡീഷൻ എങ്ങനെയായിരുന്നു? എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ല, എന്തായാലും ഓഡിഷൻ വരാം എന്ന് പറഞ്ഞു. ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് ഒരു സൂം കോളായിരുന്നു. സൂം കോൾ കഴിഞ്ഞു. രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ, ലൈവ് ഓഡിഷൻ. അതിൻ്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പായിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട്, വേറെ അങ്ങനെ ഒന്നും. ജാസ്മിനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാർ അങ്ങനെ പലരും കൂടിയാണ് ഒരു പ്രണയം എന്നുള്ളൊരു സാധനം ഉണ്ടാകുമായിരുന്നു. ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം, അതിൻ്റെ അകത്ത് നിൽക്കണം, തല്ല് പിടിക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കണം. ഇത്രയേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എൻ്റെ മുഖം എത്തിക്കണം. അത് എത്തിയോ? അത് മാറും. കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന ആളാണ്. അതുപോലെ ജാസ്മിനും നിങ്ങൾ അതായത് പക്ഷെ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതലൊന്നും നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തുള്ള രംഗങ്ങളാണ്. അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. തെറ്റുണ്ടോ? എങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് തെറ്റാണ്? കൈ പിടിച്ചിരിക്കാൻ തെറ്റുന്നില്ല, ആ വിഷ്വൽസ് മാത്രമാണ് വന്നത്. പക്ഷെ നിങ്ങൾ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. അതെനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? നിങ്ങൾ പറഞ്ഞു സീരിയസ്ലി ചോദിക്കാം. ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് തെറ്റാകുന്നത്? ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല. സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള്, ബോയുടെ അല്ല ഞാൻ ചോദിക്കണം, ഗേളിനെ കിസ് ചെയ്യില്ലേ?
അവളൊരു ഉമ്മ കൊടുക്കൂലേ, അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞു. അതിലൊരു എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചെറിയൊരു വിമർശനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. പക്ഷെ ഇതൊരു അങ്ങനെയൊന്നുമില്ല. ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആവാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ ഇന്റർനാഷണലി ഒരുപാട്, ഞാൻ യാത്രകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾ അതെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച്. പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത്, ജാസ്മിന്റെയും എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ്. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിഷ്വലിൽ വരില്ല, പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും മൈൻഡിൽ സിമിലർ ആണ്. പ്ലാൻഡ് ആണെങ്കിൽ ഞാൻ അതിന്റെ അകത്ത് വെച്ച് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അകത്ത് പക്ഷെ ആരൊക്കെ വരുന്നു എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഓഡിഷൻ ടൈമിൽ മീറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്താൽ പോയെന്നൊരു സംസാരം പൊതുവെ ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്തെന്നല്ല, ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടുത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവിടെ അത്രയും ഏഷ്യാനെറ്റിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ അവളുടെ അടുത്ത് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെ. ഇമോഷണലി ഇപ്പോൾ അവസാനം നമ്മൾ ഇത് കണ്ടത് പ്രൊമോ കണ്ടതിൽ ജാസ്മിൻ ഇത്ര ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം ഗബ്രി തന്നെയല്ലേ? കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയുക കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലൻസ്. അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, നമുക്ക് മടുക്കും. എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. സങ്കടവും സന്തോഷവും കറക്റ്റായിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വിഷമങ്ങളും ഉണ്ടാവണം, സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? വിഷമങ്ങളുള്ള അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഒരു ഉരുള ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഒരു ഉരുള തരുമായിരുന്നു. അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂലൊന്നും എനിക്കൊന്നും പറയാണ്ടാവില്ല. ഋഷിയായിട്ട് സൗഹൃദം കീപ്പപ്പ് ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട്. ഋഷി ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം, അന്നും അടി ഉണ്ടായിട്ടില്ല. ഋഷിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അതായത് ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഋഷിനെ ഞാൻ ഒരിക്കലും വാഴാന്ന് വിളിക്കാം, മാറിയിരുന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ എന്ത് വാഴക്കളി കളിക്കണേന്ന്. അതല്ലാതെ വിളിച്ചോട്ടെ, അത് എത്ര പേര് വിളിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു പുറമേ ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ കോമണേഴ്സിനെ നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു. കോമണേഴ്സിനെ അറിയാമായിരുന്നു. അപ്പൊ റസ്മിനായിട്ടുള്ള ഒരു കോൺടാക്ട് കീപ്പ് ചെയ്തത് എങ്ങനെ? അത് നേരിട്ട് എനിക്ക് റസ്മിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അതിന്റെ അകത്ത് പോലും ഞാൻ 1-2 റസ്മിനെ അടുത്ത് സംസാരിച്ചു. 5 പേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ നോറ അറിയാണ്ട് വിളിച്ചു പറഞ്ഞത്. നോറല്ല, അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. നോറയല്ല പറഞ്ഞത്, ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെണ്ണാണ്. അല്ല, ഇവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല, അത് ഗെയിമാണ്. അത് അവരുടെ ഗെയിമാണ്. ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം, റിയാലിറ്റിയും ആവാം, പലതും ആവാം. നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്കാവുന്നത്. ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ്. എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല. സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളിച്ചോളും. ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സായി ഇസ് എ വെരി ഗുഡ് പ്ലെയർ. സായി ഭയങ്കര നല്ല പ്ലെയർ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, സായി ഇപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കണം. അത് ചിലപ്പോൾ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. പവർ റൂമില്ലായിരുന്നെങ്കിൽ ഇതിനു മുന്നേ പുറത്തു വരേണ്ട ആരൊക്കെയാന്ന് പറയാം. പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷേ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും വലിയ പണി. പവർ റൂം ഒരു ട്രാപ്പല്ല. പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ളതിലാണ് പവറിന്റെ വില ഇരിക്കുന്നത്. ഇപ്പം പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്ക് നീ പോടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ അതിൽ പവറില്ല. അവരുപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവർ ആവുള്ളൂ. അപ്സര, ഞാൻ, അർജുൻ, റസ്മിനായിട്ട് പവർ റൂമിലിരുന്ന ഒരാഴ്ചയുണ്ട്.
ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകളൊന്നും അതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ, പാത്രങ്ങൾ, ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരായിരുന്നു. ഇതെല്ലാം പവർ റൂളിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നിയമപുസ്തകം അവിടെയുണ്ട്. ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിൻ്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത് എനിക്കെതിരായിരുന്നു, അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു. പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. കാരണം ജിൻഡോ ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പൊളിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം, അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. എൻ്റെ തൊണ്ടവേദന ബിഗ് ബോസ് നിർത്തണമെന്നൊരു ക്യാമ്പയിൻ വരുന്നുണ്ട്. അത് അവിടെ പാവങ്ങൾ അവിടെ നടത്തിപ്പോട്ടെ. ഇതിൽ എന്താണ് ഇത്ര ഇവിടുത്തെ നിർത്താനായിട്ട്? കാണണ്ടാത്തവർ കാണരുത്, കാണേണ്ടവർ കാണണം. എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഇനി എനിക്കിപ്പോൾ ഞാൻ വന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എൻ്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തെറിവിളികൾ ഒരു സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതും ഈ ഗെയിമിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ്. ഒരു 10 തെറി കേട്ട് കഴിയുമ്പോൾ ഒരു 2 നല്ല വാക്കുകൾ, ഒരു 2 പേര് പറയാണ് മോനെ നിന്റെ കളി നല്ലതായിരുന്നു, നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു 2 വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട്. തെറിവിളികളും അതിൻ്റെ നല്ല വാക്കുകളും ഒക്കെ അതിൻ്റെ രീതിയിൽ പോകും. ലാലേട്ടൻ എപ്പോഴും ലാലേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത്, ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത്. രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ മോഡൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ വിമർശകരോട് ഇപ്പം എന്താ പറയുന്നത്? വിമർശകരോട് സ്നേഹം മാത്രം. ഇപ്പോഴും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാം, ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട്. പക്ഷെ ആരാന്ന് പറയുന്നത് ഈ പവർ റൂം എന്ന് പറയുന്ന ഒരു ട്രാപ്പാണോ? പവർ റൂം ട്രാപ്പല്ല. പവർ റൂം സേഫ് ആവുന്നത് ഒരു ട്രാപ്പല്ല, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അന്തസ്സായിട്ട് ഇപ്പം അന്ന് പവർ റൂമിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ ആ വീടിൻ്റെ അകത്തിരുന്നേനെ. എൻ്റെ മണ്ടത്തരമായിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചില്ല, ഡീപ്പായിട്ട് അതിലേക്കൊരു ചിന്ത ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ നോക്കുമ്പോൾ ഗബ്രിയേക്കാൾ പുറത്തു പോകാൻ സാധ്യതയുള്ള ഇപ്പോഴും ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ഗെയിമാണ്. അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. ശ്രീരേഖയൊക്കെ പുറത്തു മറ്റേ പവർ റൂമിൽ നിന്ന് പുറത്തു വന്ന് ഔട്ടാവുന്ന തോന്നുന്നുണ്ടോ? അറിഞ്ഞൂടാ, അത് വോട്ടിംഗ് അനുസരിച്ചിട്ട്. ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നർ ആവാൻ സാധ്യതകളുണ്ട്. കാരണം പുള്ളി ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് എപ്പോഴും ജാസ്മിൻ ഉണ്ടായിരുന്നു. സിമ്പതിയുടെ ആവശ്യമില്ല, നമുക്ക് സ്നേഹം മതി. നമ്മളൊക്കെ ഒരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുറന്ന് കിടന്ന സമയത്ത് എത്ര തല്ല് പിടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഗെയിമേഴ്സ് ഒക്കെ പറയുന്നത് അവർ ഇത്രയും ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അവരൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ സീസണിൽ അത് ആരും കീപ്പ് ചെയ്യില്ല, കാരണം അത്രയും ഫൈറ്റിന്റെ എക്സ്ട്രീം ആയിരുന്നു. അതിനോട് അതൊക്കെ തോന്നല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിരിക്കും. ഇപ്പം ഞാനും അൻസിബയും ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ എൻ്റെ അടുത്ത്. അത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത് പേഴ്സണൽ ഗ്രഡ്സിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, സത്യം പറഞ്ഞാൽ. കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിബയാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നുള്ളത് ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം. അർജുൻ ശ്രീതു പ്രണയം ഞാൻ പറഞ്ഞു തീർത്തിട്ട് ചോദ്യം ചെയ്യും. അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അൻസിബ ഐ എം സോറി. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു അപ്പോളജിയാണ്. അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഐ എം സോറി. ഞാൻ നോമിനേഷനിൽ അതായത് എവിക്ഷനിൽ ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞു ഞാനത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു. എന്നിട്ട് അൻസിബ ആൻഡ് ഋഷി സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കേട്ടണമെന്ന് എനിക്കറിയില്ല, എന്നെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ താങ്ക് യു, ഐ ലവ് യു ടു, ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബയുടെയും കണ്ണ് നിറഞ്ഞു ഞാൻ പോയ സമയത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കിടന്നാൽ കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ, അതിൻ്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത്.
അത്രേ ഉള്ളൂ. ജാൻമണിയുടെ പ്രാക്ക് പുറത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിന് ഫീൽ ചെയ്തത്? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേസ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ്. നമ്മൾ പുറത്തുനിന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹേർട്ടാവും. അതുകൊണ്ട് നമ്മളൊരു പരിധി വിട്ട് സീരിയസ് സില്ലിയായിട്ട് എടുത്ത് ഞാനത് സില്ലിയായിട്ട് എന്നെ എത്ര പേരാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നെ എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. എന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പം എനിക്കറിയാം, അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മളെ കേസ് ചെയ്താലും നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ കേസ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളെ ബാധിച്ചോളണമെന്നില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റി അവരെ നമ്മൾ ഉപദ്രവിച്ച് അവർക്ക് വിഷമം വന്നതിന് ശേഷം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. വെറുതെ ഒരു പേരിൽ ഇങ്ങനെ പറയുന്നതിലൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ ചെപ്പുണ്ടോ? അർജുൻ ശ്രീതു പ്രണയമല്ല, എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ്. ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആഗ്രഹിക്കുന്നു വെച്ചിട്ട് രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും കൂടി തോന്നണ്ടേ. അർജുൻ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിരുന്നു, രാത്രി എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ. എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ എന്നല്ല ചോദിച്ചത്, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ. അതിപ്പോ അങ്ങനെ ചോദിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നൂടെ? എന്റെ 27 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി പിടിച്ചുകൊണ്ട് വന്നത്. 27 വർഷം, അതൊരു ജീവിതകാലം തന്നെയാണ്. ഞാൻ നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സീസണിൽ റിങ്കു വിങ്കു കോംബോ ഒക്കെ ഉണ്ടായ പോലെ റനീഷ വിഷ്ണു കോംബോ ഉണ്ടായതുപോലെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഷോ കാണാറില്ല എന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അതേപോലെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോംബോയാണ്. ആ രീതിയിലാണ് അത് പുറത്ത് ചർച്ച നടക്കുന്നത്. ചാനലും ഇത് ഹൈലൈറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരുള്ളേ? സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അപ്പൊ അവര് പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവർ സൗഹൃദമായിട്ടിരിക്കുന്നതിലായിരിക്കട്ടെ, അവരുടെ പേഴ്സണൽ കാര്യം, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക. അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടെ അതാണ് ബൗണ്ടറി. അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം. ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ബ്രോ, താങ്ക് യു. ജീവിതത്തിൽ ആ clarity